ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം കേട്ടോ. ഇപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടാ. ഇവിടെ കണ്ടില്ലേ വെള്ളം നൂറ്റി കളിച്ചാ എന്താ വെള്ളം നടക്കാലല്ലേ. ഭയങ്കര പിത്തനാസാണ് ഗൈസ്, പിത്തനകളാണ്. അനിയത്തി രണ്ടാമത്തെ അനിയത്തി പോവാനായിട്ട് നിക്കാണ്. ഓള് അനു അവിടെ നിൽക്കാന്നെ കാണും. അനുമോനെ ഹായ് അടിക, ഹായ് ഹായ് കടിക. പനിയായിരുന്നു മക്കളെ, പനിയൊക്കെ മാറിയാ ഇതിന്റെ പൊന്നുന്റെ. അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ അനിയത്തി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഓള് പോവാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഓളെ മൂത്ത മോനിൻ്റെ കൂടെ പൊന്മുളക്ക് പോരുന്നുണ്ട് കേട്ടോ. അനിയത്തിൻ്റെ മക്കളെല്ലാവരും ഇന്നിൻ്റെ കൂടെ പൊന്മുളക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് വൈകുന്നേരം ഞങ്ങളും പോരും കേട്ടോ. ഞങ്ങൾ അവിടുന്ന് പോരും. അപ്പോൾ ഏകദേശം 4ാമത്തെ ദിവസമായിട്ടാണ്. ഇത്ര കൂടുതൽ ദിവസം ഞങ്ങൾ നിന്നിട്ടില്ല. ഞാനും എല്ലാവരും കൂടെ ഒരുമിച്ച് 4 ദിവസം അടുപ്പിച്ച് നിന്നിക്കണം കേട്ടോ. ഒരു 1 ദിവസം 2 ദിവസമൊക്കെ നിൽക്കലേ ഉള്ളൂ എല്ലാ കുറി കേട്ടോ. അങ്ങനെ ഇതാ ഓളെന്നെ ഡ്രൈവ് ചെയ്ത് വന്നതാണ് കേട്ടോ. ഓളെന്നെ വണ്ടി എടുത്ത് പോരലും പോവലൊക്കെ ചെയ്യൽ. അപ്പോൾ അത് സുഖമാണല്ലോ, വേറെ ആളെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ വരും ചെയ്യുക പോവും ചെയ്യുക. ഡ്രൈവിങ് പഠിച്ചാൽ പിന്നെ ഇങ്ങനത്തെ ഒരു ഇങ്ങനെയൊക്കെ ഗുണമാണ് കേട്ടോ. അങ്ങനെ ഇതാ ഓളങ്ങോട്ട് പോയി. അങ്ങനെ ഗൈസ് ഞങ്ങൾ പോവാനായിട്ട് റെഡി ആയിക്കണം കേട്ടോ. എല്ലാവരും കുട്ടികളൊക്കെ ഡ്രസ്സ് ചെയ്ത് അവിടുന്ന് പോന്നിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. നമ്മളെ പെരയിൽ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൈ പിടിച്ചില്ലേ. അപ്പം ഞാനിതാ കുറച്ച് കർമ്മത്തി എടുത്തിക്കണം, മരത്തുമെന്ന് അറുത്തിക്കണം. പിന്നെ ഇവിടെ നെല്ലുണ്ട് കേട്ടോ. അപ്പം നെല്ല് കുത്തിയിട്ടുള്ള അവലാണ് കേട്ടോ. അപ്പോൾ അവലെടുത്തിക്കണ്. പിന്നെ കുറച്ച് മുരിങ്ങൻ്റെ ഇല കൊമ്പൊക്കെ ഒടിച്ചിട്ട് മുരിങ്ങയില ഊരിയിട്ട് അതിൽ ഇട്ടതാണ് കേട്ടോ. കവറിലാക്കിയതാണ്. ഇനി കുറച്ച് കറിവേപ്പില എടുത്തിക്കണ്. പിന്നെ ഇതാ ഇവിടെ എണ്ണ കാച്ചിച്ചിക്കണം കേട്ടോ. തലയിൽ തേക്കണ എണ്ണ എല്ലാം ഇലകളൊക്കെ ഇട്ടിട്ട് കാച്ചി വെച്ചതാണ്. അപ്പോൾ അതും ഒരു ചെറിയ കുപ്പിയിലെടുത്തു. ഞാനവിടെ കാച്ചിയ എണ്ണ കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ അത് വിചാരിച്ചപ്പോൾ കുറച്ച് അവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ. എന്നാൽ സാവധാനം ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതിയല്ലോ വെച്ചിട്ട് മുരിങ്ങൻ്റെ ഇല പിന്നെ കുറേ മുരിങ്ങയുടെ കൊമ്പ് പൊട്ടിച്ചിട്ട് അതിന് ഓരോ നമ്മൾ ഊരിയെടുത്തിട്ട് ഇല ഊരിക്കാണ്ട് കവറിലാക്കി വെച്ചാണ്. പിന്നെ കുറേ ദിവസത്തിന് നമുക്ക് ഇങ്ങനെ ആവശ്യത്തിന് ഇങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഇതൊക്കെ പാടെ കവർക്ക് ആക്കണം. അതിൻ്റെ അടിയിൽ ഇതാ കുട്ടികൾ എന്തോ സ്നാക്സോ അതെന്തോ ഉണ്ട്, അതും എടുത്ത് പറഞ്ഞപ്പോൾ അങ്ങനെ അതും എടുത്തിക്കണം. അപ്പോൾ ഇതൊക്കെ കവർക്ക് ആക്കണം. അവിടുന്ന് പോന്നിക്കണെന്ന് പറഞ്ഞിട്ട് ഇക്കാക്ക് ചായയും കടിയൊക്കെ അവിടെ പഴംപൊരിയൊക്കെ റെഡിയാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അമ്മ പഴംപൊരിയും പിന്നെ ജ്യൂസൊക്കെ അടിച്ചിക്കണം. അപ്പോൾ ഇതൊക്കെ കവർക്കാക്കി ഇനി പോകണം. മക്കളും എൻ്റെ കൂടെ പോരുന്നുണ്ട്. അനിയത്തിയാളെ 2 മക്കളും പോരുന്നുണ്ട്. പിന്നെ അനിയത്തിയാളെ 3 ആൾ പോരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി കൂട്ടിയിട്ടാണ് പോരുന്നത്. പിന്നെ ഇതാ ചായക്കടിയൊക്കെ ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പഴംപൊരിയാണ്. അപ്പോൾ പഴംപൊരി ഇതാ അമ്മയുടെ സ്പെഷ്യൽ പഴംപൊരി എന്ന് പറയാം. അപ്പോൾ അത് ചുട്ട് റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. ഇക്ക വരാനയക്കണ്. അപ്പോൾ പ്ലേറ്റിലൊക്കെ ആക്കി വെച്ചതാണ്. വല്ലാതെ നിൽക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം വണ്ടി ട്രിപ്പുണ്ട്, വേറെ ട്രിപ്പുണ്ട് പോവാനെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ പോകും കേട്ടോ. ഓളെ പപ്പയാണത്. ആ ചാക്കെടുത്താണ്. ആ കൈ ഉള്ളിലൊക്കെ പെറുക്കിക്കൊണ്ടാ. പെമ്മിക്കുട്ടി പോരണേ. ഞങ്ങളപ്പം ഞങ്ങൾ പോവാണ്. നിക്കേ ഓക്കെ നിങ്ങൾ പോവട്ടാ. ഫറാനും പയ്യവിനെയും ഒക്കെ കൊണ്ടുപോകണ്ടാ. ഇവിടെ കേറിക്കോളി. അടുക്കള കൊണ്ടുവച്ചോളാം. പെരുന്നാളായിട്ടൊരു വീഡിയോ എടുത്തിട്ട് ഞങ്ങൾക്കൊരു പുതിയ ഫോൺ വാങ്ങാടിയാണ്. സ്പെഷ്യൽ പായസമാണ്, അവിൽ പായസം. സ്പെഷ്യൽ ജ്യൂസ് ആണ്. എല്ലാവർക്കും കിട്ടിയാ? മോനുസേന്റെ മനസ്സിൽ എനിക്ക് കൊടുത്താണേ. ഞാൻ ആർക്കാ കിട്ടാത്ത? എല്ലാവർക്കും കിട്ടിയില്ലേ? എന്നാ പാച്ച് പഴംപൊരി എടുക്കുക പാച്ച. അങ്ങനെ നാത്തൂൻ്റെ മോനും ഞങ്ങൾക്ക് പെരുന്നാളായിട്ട് വിരുന്ന് പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക പെങ്ങളെ പെരയിൽ നിന്ന് പോയിട്ട് ഓനെയും കൂട്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അവിൽ പായസം കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റ് ഉണ്ടോ? എങ്ങനെയുണ്ട് പായസം? ആർക്കൊക്കെ ഇഷ്ടമായത്? ആ ജ്യൂസാണ്, പായസമല്ല ജ്യൂസ്.
അവൽ ജ്യൂസ് എങ്ങനെ അവൽ വറുത്ത് ഈത്തപ്പഴമൊക്കെ ഇട്ടിട്ട് ഈത്തപ്പഴം അടിച്ചാണ് കേട്ടോ. അവൽ വറുത്തുകാണ്ട് തേങ്ങാപ്പാലിൽ അടിച്ചുക, പിന്നെ ഈത്തപ്പഴം മധുരത്തിന് ഈത്തപ്പഴം ഇടുക, അങ്ങനെയാണ് കേട്ടോ. പഴംപൊരി തിന്ന പൊന്നോ ഫുള്ള് നാളെ വായിച്ചോ. ഫെമിക്കുട്ടി പോയിട്ടുണ്ടാവും മുത്തമ്മാനപ്പം. ഞങ്ങൾ ഓല കൊണ്ടുപോവാണ് പറയാനും വൈബിനൊക്കെ ഇജ്ജ് പോരണാ. ഫെമിക്കുട്ടി പോരുന്നില്ല മക്കളെ. ഏതാ ഫെമിക്കുട്ടിയാണ് നമ്മളെ ഫെമിക്കുട്ടിട്ടാ. ഞങ്ങൾ പോയരാം. ചെറിയ ഞങ്ങൾ പോയരാട്ടാ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വലിയരുന്നാൾക്ക് സത്യം ഇനി അടുത്ത വലിയരുന്നാൾക്ക് ഫെമിക്കുട്ടി ഞാൻ കുടിച്ചു. അത് വലിയ ഇതായില്ല. എല്ലാരും കയറിക്കൂടി. ഐസ്ക്രീം വാങ്ങാം നമുക്ക്. പൊന്നെ ഇരിക്ക ബാക്കിൽ വെച്ചാൽ മതി. അങ്ങനെ സാധനങ്ങളും കവറും പാച്ചുവിൻ്റെ കവറുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാധനം അരിയും കാര്യങ്ങളൊക്കെ ഇക്ക വാങ്ങിയിട്ടോ. അപ്പം അതൊക്കെ പാടുണ്ട് വണ്ടിൻ്റെ ബാക്കിൽ. അപ്പം നമ്മളെ കവറും അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ടാറ്റാ. കൂടി എല്ലാവരും അടുത്തിന് മടി കുത്തിറക്കാം. അല്ല കാക്കച്ച നമ്മൾ വരണം ഓടുന്നു. അതെന്താ ഞങ്ങൾ വേങ്ങരന്ന് പോന്നിട്ടാ. കുറേ ദിവസം നിന്ന് പരിക്ക് പൊന്മുളക്ക് മടങ്ങാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ടൊക്കെ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരാം. ബൈ.